ഞാൻ അന്നേരം തുടങ്ങുന്ന മുമ്പ് ഒരു കാര്യം പറയാം. പ്ലീസ് ചിരിക്കല്ലേ. എൻ്റെ ഫസ്റ്റ് ഇൻസ്പിറേഷൻ സയൻസ് പഠിക്കാൻ വന്നത് ഒരു കാർട്ടൂണിൽ നിന്നാണ്, സയൻസ് ഫിക്ഷൻ കാർട്ടൂൺ. പേരിൽ പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, ബെൻ 10. അന്നേരം ആ കാർട്ടൂണിൽ ഹീറോയ്ക്ക് പല ടൈപ്പ് ഏലിയൻസ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അന്നേരം ഇത് ഇങ്ങനെ പറയുന്ന ഇഷ്ടമായി. ഏലിയൻസ്, സ്പേസ്, സയൻസ് പഠിക്കാനും ഇഷ്ടമായി. അന്നേരം ഫസ്റ്റ് യൂസ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കാലം 5-6 വയസ്സപ്പോൾ ഉള്ളൂ. ഫസ്റ്റ് യൂസ് സ്കൂളിൽ എക്സാമിന് കോപ്പി അടിക്കാൻ പറ്റുമെന്ന്. ചിരിക്കണ്ട, നിങ്ങളും പിള്ളേരായിരുന്നപ്പോൾ ഇതൊക്കെ ആലോചിച്ച് കാണും. അന്നേരം ഞാൻ പറയാം, എല്ലാ സ്റ്റുഡൻസും, ഏത് സ്റ്റുഡൻസ് ആയാലും കുഴപ്പമില്ല, ഏത് ഹീറോ ആണെങ്കിലും ഏത് സൂപ്പർ ഹീറോ ഇഷ്ടമാണെങ്കിലും ആലോചിച്ചാണിത്. അങ്ങനെ കുറച്ച് വർഷം കഴിഞ്ഞു, 8-9 വയസ്സായി. പുതിയൊരു ഹീറോ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാം ആദ്യമായിട്ട് കേട്ടത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, സയൻറ്റിസ്റ്റാണെന്ന് മനസ്സിലായി. പിന്നെ കേട്ടു പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഞാൻ വിചാരിച്ചു, ഇതെങ്ങനെ ഒരു സയൻറ്റിസ്റ്റ്, ഒരു പ്രസിഡൻറ്റ്, ഇതെങ്ങനെ ഒരാൾക്ക് രണ്ട്, അതും ഡിഫറെൻറ്റ് ടോപ്പിക്സ്, സയൻസും പൊളിറ്റിക്സും. ഞാൻ ആലോചിച്ചപ്പോൾ കൂടുതൽ അറിയാൻ തോന്നി. ടീച്ചേഴ്സിനോട് ചോദിച്ചു, ഫ്രണ്ട്സിനോട് ചോദിച്ചു, പാരൻസിനോട് ചോദിച്ചു. കൂടുതൽ അറിയുമ്പോൾ കൂടുതൽ ഇഷ്ടം തോന്നി. മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഹിം. അന്നേരം ഐ ഫെൽ ലൈക്ക് ഹി വാസ് ദ ഗ്രേറ്റസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. അന്നേരം ഞാൻ ഒരു പുതിയ ആളെ കൂടി ഇതിനകത്തോട്ട് ഇടുക, ബിൽ ഗേറ്റ്സ്. എല്ലാവർക്കും അറിയായിരിക്കും, റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. ഈ APJ അബ്ദുൽ കലാമിനും ബിൽ ഗേറ്റ്സിനും രണ്ട് കാര്യങ്ങൾ കോമൺ ഞാൻ ഇപ്പോൾ പറയാം. ഹംബിൾ ആൻഡ് ദേ ബോത്ത് ഹാവ് ഡ്രീംസ്. ബിൽ ഗേറ്റ്സ് ഫസ്റ്റ് കോളേജിലായിരുന്നു. ബിൽ ഗേറ്റ്സിൻ്റെ പാരൻസിന് ബിൽ ഗേറ്റ്സ് ഒരു ലോയർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അന്നേരം ഒന്നെങ്കിൽ ബിൽ ഗേറ്റ്സിന് കോളേജ് സ്റ്റഡീസ് പെർസ്യൂ ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ റിസ്ക് ഉണ്ട്. He took a chance. He started his business and the rest is history. You all know what happened. He started business, he started Microsoft. Now he's the richest man in the world. Now, I also took a risk. I learned from this. ഞാനും റിസ്ക് എടുത്തു. I wrote asset exam. സ്കൂളിൽ നിന്ന് ഒരു എക്സാം ആയിരുന്നു. ദുബായിലും ഇന്ത്യയിലും ഇവിടെ ഉണ്ടായിരുന്നു. അന്നേരം എഴുതി. ഞാൻ എൻ്റെ മാർക്സ് കണ്ട് ഞാൻ തന്നെ സർപ്രൈസായി. 98%. വേറൊരു ചാൻസും കൂടി എടുത്തു. ഇവിടെ മെയിൽ അയച്ചു, എൻ്റെ സ്റ്റോറി ഞാൻ അയച്ചു. ഫസ്റ്റ് ടൈം ഇറ്റ് സെൽഫ് ഐ വാസ് സർപ്രൈസ്ഡ് വെൻ ഐ ഗോട്ട് ദ മെയിൽ, കൺഫർമേഷൻ മെയിൽ. ദിസ് ലെഡ് മീ ടു ദ കൺക്ലൂഷൻ, if you take a chance and you truly believe you will win for sure. ഇപ്പോൾ പറഞ്ഞു APJ അബ്ദുൽ കലാം, the man who taught us to dream. APJ അബ്ദുൽ കലാമിൻ്റെ കോട്ട, ഫസ്റ്റ് യു ഷുഡ് ഡ്രീം ഫോർ യുവർ ഡ്രീം ടു കം ട്രൂ. അന്നേരം ഞാനിപ്പോൾ ചാൻസ് എടുത്തു, എല്ലാം എടുത്തു. പിന്നെ ഇപ്പോൾ എന്താ പറയുന്നത്, ഇങ്ങനെ പറയുന്നത്, സോറി ജഡ്ജസ്, ഞാൻ ചാൻസ് എടുത്തു. ഇഫ് യു ടേക്ക് എ ചാൻസ് യു വിൽ വിൻ ഫോർ ഷുവർ. അന്നേരം ഇപ്പോൾ പക്ഷെ സങ്കടമാവുന്നു. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടാൻ തുടങ്ങിയ സമയമാണ് APJ അബ്ദുൽ കലാം മരിച്ചുപോയി. എനിക്കെൻ്റെ ഹീറോനെ കാണാൻ ചാൻസ് കിട്ടിയില്ല. സോറി, എൻ്റെ ഹീറോനെ കാണാൻ ചാൻസ് കിട്ടിയില്ല. മോസ്റ്റ് സ്റ്റുഡൻസ് ഇൻ മൈ ക്ലാസ് എല്ലാവരും അവരുടെ പാരൻസ് പറയും എന്താവണ്ടെന്ന്. പക്ഷെ എന്നോട് പറഞ്ഞ APJ അബ്ദുൽ കലാമാ. ഇഫ് യു ഹാവ് ആൻ അംബിഷൻ ഇൻ ലൈഫ് ആൻഡ് യു റിയലി വർക്ക് ഹാർഡ് ഫോർ ഇറ്റ്, യു വിൽ ഷുവർലി അച്ചീവ് ഇറ്റ്. എനിക്കിപ്പോൾ സയൻറ്റിസ്റ്റ് ആവാൻ ആഗ്രഹം. ഞാൻ പഠിക്കും, ഞാൻ സ്കൂളിൽ ബുക്ക് വായിക്കും, എക്സ്ട്രാ വീഡിയോസ് കാണും. അത്ലീറ്റ് ആവാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? പ്രാക്ടീസ് എവറി ഡേ. ആക്ടർ ആവാനാണോ ഇഷ്ടം? ട്രൈ. ഇഫ് യു ആർ ലക്കി ആൻഡ് യു ഹാവ് ദ ടാലൻറ്റ് ഫോർ ഇറ്റ്, യു വിൽ ഷുവർലി വിൻ. If you want to sing, practice. You will surely win.
I would like to thank Radio Mango, Inspire Mima Contest, for allowing me to come here and for giving me a chance also. Thank you.